ഇപ്പൊ ആടിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ ആട് ടൂവിലൊരു തേപ്പുകാരി ആണല്ലോ ഉം അതിനകത്ത്. ഉം. തേപ്പുകാരി പട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഉം ഉം ഉം. പലപ്പോഴും ട്രോളിലൊക്കെ ഉം. വന്നിരുന്നല്ലോ. ഈ 3യിലേക്ക് വരുമ്പോ ഇനി അതിലേക്കുള്ള സാധ്യത എങ്ങനെയാ? അതിനെ മിഥുൻ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് തേപ്പുകാരി എന്നും തേപ്പുകാരി, പക്ഷെ ഡിഫറെന്റ് ലെവൽ ഓഫ് തേപ്പുകാരി. Yeah. ഇതില് കുറെ 2 ടൈം സോണുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതെ അതെ. ഒരുപാട് സർപ്രൈസിങ് എലമെന്റ്സ് ഉണ്ടെന്ന് അതെ. പറയുന്നു. എങ്ങനെയുണ്ട് ഈ പുതിയ ആടിന്റെ ലോകം? ഭയങ്കര ഡിഫറെന്റ് യൂണിവേഴ്സ്. എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാതെ എനിക്ക് ഭയങ്കര അപ്ഗ്രേഡ് കിട്ടിയ കുറെ കാലത്തിന് ശേഷം ലൈക്ക് കുറെ കാലമല്ല, ഐ തിങ്ക് മേ ബി ഫസ്റ്റ് ടൈം ഉം, അങ്ങനെ ഒരു സിനിമ കണ്ടവർക്ക് അറിയാൻ ഉം, പറ്റും. ഉം. എൻ്റെ ഒരു ലുക്കും കാര്യങ്ങളും മൊത്തം പരിപാടികളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ആഹാ. അത് ഭയങ്കര സന്തോഷം. എൻ്റെ അടുത്ത് ആട് അനൗൺസ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വിജയ് വിളിച്ച് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോഴും ഹി വാസ് ഓൾസോ എക്സൈറ്റഡ്, എവരിബഡി വാസ് എക്സൈറ്റഡ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ. ഉം. ഓ തമ്പുരാട്ടി, ഉണ്ണി തമ്പുരാട്ടി. സോ അത് ഭയങ്കര ഒരു ഏഹ്, ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓ ഇത്രയും സമയം ഒരുങ്ങാനിരിക്കുക. സി നമ്മളൊരു ക്യാരക്ടറിൽ കയറുമ്പം കോസ്റ്റ്യൂം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ, കോസ്റ്റ്യൂം ആ. ഇടുമ്പോൾ തന്നെ അതിന്റെ ഒരു പകുതി ഹാഫ് ഡൺ. നമ്മള് ആ. അതിലോട്ട് ആവും. ഇന്നാവാണ്. പിന്നെ ഇന്നാവും. അപ്പം ഈ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിന്റെ ഈ ഇതൊക്കെ ഇട്ട് കഴിയുമ്പോ തന്നെ നമ്മൾ അറിയാതെ ആ ബോഡി ലാംഗ്വേജ് ഒക്കെ ഒരു 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 തമ്പുരാട്ടി വൈബൊക്കെ പിടിച്ച്. സോ ദാറ്റ് വാസ് ഫൺ. ആ, ആ, ആക്ച്വലി ഐ ആ, ആ, എൻജോയ്ഡ് ആ. എ ലോട്ട്. പിന്നെ കുറച്ചും കൂടി ഇതില് ഇനിയിപ്പം പാർട്ട് 2 വരുമ്പോ അതിന് വേറൊരു എക്സ്റ്റൻഷൻ കൂടെ ഉണ്ടാവും. വരും. അതെ, അപ്പൊ അതിന്റെയൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഈ ഇപ്പം ബോഗൻവില്ലില് അവസാനം ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് ഉം, പറയുന്ന ഉം. ഡയലോഗ് അന്ന് തിയേറ്ററിൽ അതിനോടൊപ്പം കാണുമ്പോൾ കയ്യടിയും ഭയങ്കര ആഘോഷമായിരുന്നു. അതെ പിന്നെ ആ സീൻ മാത്രം കട്ട് ചെയ്തിട്ട് അതെ. ഫേസ്ബുക്കിൽ വിചാരണയ്ക്ക് വെച്ചിട്ടായിരുന്നു ഉം. ഇത് ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് തോന്നുന്നു ഈ ഒരു അതെ സീക്വൻസ് എന്നുള്ളത്. അതെ. ഇതിനെ ശൃന്ദ എങ്ങനെയാ മനസ്സിലാക്കിയിട്ടുള്ളത്? അതായത് ഇങ്ങനെ സീൻസ് കട്ട് ചെയ്ത് ഒരു സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ച് ജഡ്ജ് ചെയ്യുന്നത് നല്ലൊരു പ്രവണതയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇത് ഓരോ മനുഷ്യന്മാര് കാണുമ്പോ അവർക്ക് തോന്നുന്ന കാര്യമാണല്ലോ. നമ്മൾ ഉം. അവരുടെ ഇതിനെ നമ്മൾ ആ. ആരെയും ആരെയും ഇതാക്കണ്ട. അത് ആരുടെയും അവര് വിമർശനത്തെ അത് വില കുറച്ച് കാണുന്നില്ല. ഇല്ല കാണുന്നില്ല. അത് നമ്മളൊരു സിനിമ ചെയ്ത് നമ്മൾ ആ സിനിമ പുറത്തുവിടുമ്പോ പിന്നെ കാണുന്ന പ്രേക്ഷകരാണ്. അവർക്ക് അവരവരുടെ അഭിപ്രായം പറഞ്ഞാൽ അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക എന്നുള്ളതാണ്. ഉം, അപ്പൊ ഉം, ഉം, അതിലവർക്ക് അത് വർക്കായിട്ടില്ലെങ്കിൽ വർക്കായില്ല. വർക്കായ ഒത്തിരി പേരുണ്ട്. ഈ പറയുന്ന പോലെ ജെൻസി ഉം, കിഡ്സ് എന്നൊക്കെ പറയുന്ന ഒത്തിരി പിള്ളേര് ഒരു സമയം എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഉം, ചേച്ചി വി ലവ്. സോ ഇത് ഇത് വർക്ക് ആവാത്ത സ്പേസും ഉണ്ട്, ഉം, വർക്ക് ആവുന്ന സ്പേസും ഉണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയല്ലേ ഉം, എപ്പോഴും. ഉം. യെസ്, ഈ യെസ്, യെസ്. ഈ ഈ, ഇപ്പം എന്താ പറയാ, ഇപ്പൊ ഷെർലോക്ക് ടോംസ് ഉം, കണ്ട അത് ചില ആളുകൾക്ക് അത് ഭയങ്കര ഫണ്ണായിട്ട്, ചില ആൾക്ക് റിലേറ്റബിൾ ആയിട്ട്, ചില ആളുകൾക്ക് ഇവളിതെന്തോ ഓവറാണ് ചെയ്യുന്നത്. ആ, സോ ആ. എപ്പോഴും ആ ഒരു ഇതുണ്ടാവും. നമുക്കതിൽ എന്താണ് നമ്മളുടെ ഒരു ബുദ്ധിക്ക് നമുക്കത് ഉം, ഉം, എങ്ങനെയാണ് അത് ഏഹ്, അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ എടുക്കുന്ന ഉൾക്കൊള്ളുന്നതെന്ന് ഉം, ഉം, അനുസരിച്ചിരിക്കും. ഉം, ഉം, ആൻഡ് അത് എനിക്ക് അത് കഴിഞ്ഞു. ഉം. അത് ഇപ്പൊ കഴിഞ്ഞു. അത് കണ്ടു. ഓക്കെ, അതിലിനി ഇനി എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓ, 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 ഓ. ഞാൻ വാട്ട്സ് നെക്സ്റ്റ്? ആ. വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളതാണ്. അത് അതുമേ തന്നെ നമ്മളിങ്ങനെ പിടിച്ച് നിന്നിട്ട് കാര്യമില്ലല്ലോ. സോ അത് വർക്കായിട്ടില്ലെങ്കിൽ അത് എന്തുകൊണ്ട് വർക്കായില്ല. ഓക്കെ, ഇനി വർക്ക് ചെയ്യുമ്പം എങ്ങനെയാ അത് നമ്മളല്ലേ. ഓക്കെ, ഓക്കെ, ഓക്കെ. ഇറ്റ്സ് ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീപ് ഡൂയിങ്. അത് ഉം. ചെയ്യാനുള്ള അവസരങ്ങൾ ഇനി ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് ഓക്കെ, സിനിമ. ഓക്കെ. സിനിമ ഇനി ഇനിയും ചെയ്യാൻ പറ്റുക. അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പൊ അതിനുള്ള സിനിമയിൽ അഭിനയിക്കാത്ത, അതായത് വളരെ കുറച്ച് സിനിമകളിൽ ഒരു വർഷമൊക്കെ ചെയ്യുന്നുള്ളൂ. അതെ. ഈ അഭിനയിക്കാതെ ഇരിക്കുന്ന സമയത്ത് തിയേറ്റർ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രിയേറ്റീവ് പ്രോസസ്സിന്റെ ഭാഗമാവുന്നുണ്ടോ? ബാക്കിയുള്ള സമയങ്ങളിൽ എവിടെയാണ് ശ്രദ്ധ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ബാക്കിയുള്ള ബാക്കിയുള്ള സമയം ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. എൻ്റെ ഒരു പാഷൻ സിനിമയോട് ഉള്ള പോലെ തന്നെ എനിക്കൊരു വൈൽഡ് ലൈഫ് ഒരു 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 എൻതൂസിയാസ്റ്റ് ആണ് ഞാൻ. ഓക്കെ, അപ്പം ഓക്കെ. വെനെവർ ഐ ഗെറ്റ് ടൈം ഐ കീപ് ട്രാവലിംഗ്. ഓ, ഇങ്ങനെ ഓ. വൈൽഡ് ലൈഫ് കാടുകളിൽ പോവുക. ഇങ്ങനെ ഓരോ ഇങ്ങനെ ടൈഗേഴ്സിനെ കാണുക. പ്രത്യേകിച്ച് വൈൽഡ് കാറ്റ്സ്, ബിഗ് കാറ്റ്സ്. ഓ, ബിഗ് ഓ. കാറ്റ്സിന്റെ ഒരു ഫാനാണ് ഞാൻ. പൂച്ച സർ ഫാനാണ്. പൂച്ച പൂച്ച സർ. സാർ ഫാനാണ്. കട്ട പൂച്ച സാർ ഫാൻ. ഞാനിപ്പോ മറ്റേ പൂച്ച റീൽസ് കാണാറുണ്ട്. ആ, ആ, ആ. പക്ഷെ ഡബ് ചെയ്യുന്നത് മലയാളത്തിലെ ഡബൊക്കെ ചെയ്ത് വരുന്നത്. ആ. മലയാളത്തില് ഇല്ല, ഈ മറ്റേ ഇങ്ങനെ മിയാവ് മിയാവ് ഓ, അത്. ഓ, ഓ, ഓക്കെ, ഓക്കെ. വേറെ ഉണ്ടോ മലയാളത്തിൽ ഡബ്? അതായത് പൂച്ച ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് മനുഷ്യന്റെ ഒരു വോയിസ് ഓവർ കൊടുത്തിട്ട്, മലയാളത്തിൽ ഒരു വോയിസ് ഓവർ കൊടുത്തിട്ട് ആണോ? അങ്ങനെ ശരി. കുറച്ച് വരുന്നുണ്ട്. പൂച്ച സർ ട്രോളുകൾ ആണല്ലേ. വരുന്നുണ്ട്. ചില ട്രോളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. ഓക്കെ. ഞാൻ ഇങ്ങനെ കാടുകളിലൊക്കെ പോവുക.
ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ഇപ്പൊ ഈ പൂച്ചകളെ പറ്റി പറഞ്ഞപ്പോഴേ ഈ പലപ്പോഴും പറയുന്നുണ്ട് ശരിക്കും ആക്ടേഴ്സ് ഏറ്റവും അധികം ഒബ്സർവ് ചെയ്യേണ്ട മൃഗങ്ങളിൽ ഒന്നാണ് പൂച്ച അത്ര. കാരണം അത്രയധികം എക്സ്പ്രഷൻസും അത്രയധികം ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡും അത്രയധികം ബോഡി ലാംഗ്വേജ് വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന പിന്നെ ഒരാളാണല്ലോ പിന്നെ പിന്നെ പൂച്ച. സന്തോഷവും അല്ലെങ്കിൽ ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാറുണ്ടോ? പൂച്ചേനെ അറിയില്ല. നമ്മളെല്ലാം ഒബ്സർവ് ചെയ്യാന്നുള്ളതാണ്. പൂച്ച പൂച്ച അതിനെ കാറ്റ് വോക്ക് ഇൻസ്പയർ ചെയ്യുന്നതിന് അങ്ങനെയല്ലേ. ആ, 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 ആ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത് കാറ്റ് വോക്ക് എന്ന് പറയുന്നത് തന്നെ അതാണ്. യെസ് യെസ്, പൂച്ചയിൽ സോ നിന്ന് പൂച്ച ഇൻസ്പയർഡ് ആണ്. അപ്പം പൂച്ച പട്ടി പൂച്ച ഐ സീരിയസ്ലി ഡോണ്ട് നോ. പക്ഷെ നമ്മള് ഏഹ്, എന്താ പറയാ, എല്ലാം ഒബ്സർവ് ചെയ്യുക, ചുറ്റുമുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ വേറെ അവെയർ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫോറസ്റ്റിനകത്ത് ഡെൻസ് ഫോറസ്റ്റിനകത്ത് പോയാൽ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം അത് അപ്പൊ അത് പറയാതിരിക്കാൻ പറ്റില്ല. വാക്കുകൾക്ക് അതീതമാണെന്ന് അതെ അതെ പറയുന്നുണ്ട്. അതെ. എന്താ ശരിക്കും അങ്ങനെ പറയുന്നത്? ഞാൻ പോയിട്ടില്ല അതുകൊണ്ട്. പോണം, എന്നാലല്ലേ അത് അറിയാൻ പറ്റുള്ളൂ. വാക്കുകൾക്ക് അതീതമാണെന്ന് പറയുമ്പം അതപ്പോ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക, ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യുക. ഭയങ്കര രസമാണ്. കൊറിയയിൽ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, സഫാരിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ അത്രയും ഓക്സിജൻ, അത്രയും ഫ്രഷ് എയർ, ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്റർനെറ്റും ഇതൊന്നും ഇല്ല. അപ്പം വേറെ രീതിയിൽ ഒരു ഡീടോക്സ് ആണ് ആക്ച്വലി. ആ ഡീടോക്സ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. ഈ രാജവെമ്പാലയൊക്കെ തൊട്ടടുത്ത് കാണാൻ പറ്റാറുണ്ടോ? അയ്യോ ഇല്ല, രാജവെമ്പാല ഓക്കെ ഇപ്പൊ വരാ ഈ വഴി കൂടി. ഇല്ല, ഒരു വട്ടമായിട്ടേ നമ്മളുടെ ജീപ്പിന്റെ ഫ്രണ്ടിൽ കൂടി ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. അത് രാജവെമ്പാലയാണോന്ന് എനിക്കറിയില്ല. വെള്ളിക്കട്ടൻ, ആ അതിന് ആക്ച്വലി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുള്ളി എൻ്റെ മുമ്പില് എൻ്റെ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. പുള്ളി ഫ്രണ്ടിൽ പോയിട്ട് പുള്ളി ഫോട്ടോ എടുത്തിട്ട് ഇത് ഇപ്പൊ ക്രോസ് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ എന്നെ കാണിച്ചു. എൻ്റെ കിളി പോയാണ് ഫോട്ടോ എടുക്കുക. അങ്ങനെ അങ്ങനെ ഫോട്ടോ ഇടുന്നുണ്ട്. കണ്ടിട്ടില്ല, എൻകൗണ്ടർ ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. ഈ ഇപ്പൊ ആട് 1ലും 2ലും ചെയ്യുമ്പോ ഈ ഇപ്പൊ ആട് 1ൽ നമുക്കൊരു ഒരു മേരിക്ക് കിട്ടിയ ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ, അതിന്റെ കുറച്ചുകൂടി ഒരു റോയൽ വേർഷൻ ആയിരിക്കും 1ഉം 2ഉം കഴിയുമ്പോൾ ഞങ്ങൾക്ക് അതെ, കിട്ടുക. നല്ല ഐ ലൈക്ക് ദ ടേം. അതിന്റെ ഒരു റോയൽ വേർഷൻ ആണ്, ഒരു അപ്ഗ്രേഡ്. അടിപൊളി. അപ്ഗ്രേഡ് തേപ്പുകാരി എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്, തേപ്പുകാരി എന്നുള്ളത്. ശരിക്കും ഇങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നതേ പലപ്പോഴും ഈ പെൺകുട്ടിയുടെ തലയിലിട്ട് അവർക്ക് ഒരു തേപ്പുകാരി പട്ടം കൊടുക്കുന്നത് സോഷ്യൽ മീഡിയ ട്രെൻഡ് ഉണ്ടല്ലോ, അത് കാണുമ്പോൾ എന്തൊക്കെ എന്താ തോന്നാറ്? സീ ഡിപ്പെൻസ്. നമുക്കിതൊന്ന് റാഷണലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യമാണോ എന്ന് എനിക്കറിയില്ല. ഇത് ഒരു റിലേഷൻഷിപ്പിൽ രണ്ടു പേർക്കും അത് വർക്ക് ആവാത്തതിന് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും. ഈക്വൽ ഷെയർ ഉണ്ട്. നമ്മൾ പുറത്ത് നിന്നിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാൻ ആരുമല്ല അത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം സി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലും ഓരോ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ എങ്ങനെയാണോ കാണുന്നത്, അല്ലെങ്കിൽ വിഷ്ണു എങ്ങനെയാണ് നോക്കി കാണുന്നത്, പറയാൻ പറ്റില്ല. വിഷ്ണു യു മേ ബി റിയലി ഗുഡ് ഫ്രണ്ട് എൻ്റെ അടുത്ത് ചിലപ്പോൾ. പക്ഷെ വിഷ്ണു ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് വിഷ്ണുവിനും ആ കുട്ടിക്ക് വല്ല അറിയാൻ പറ്റത്തുള്ളൂ. സോ അത് ഞാൻ പുറത്തിരുന്നിട്ട് ജഡ്ജ് ചെയ്തത് പറയാൻ ഞാൻ ആരുമല്ലല്ലോ. സോ ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ ഒരു ന്യൂസ് വരുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും അതിനെ ഇങ്ങനെ റിയാക്ട് ചെയ്ത് ജഡ്ജ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമില്ല അതിനെക്കുറിച്ച്.